സ്വർണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഈ മാസം ഉണ്ടായത്. മൂക്കുകുത്തി സ്വർണം വീണത് ആഭരണം ഉൾപ്പെടെ വാങ്ങാനിരുന്നവർക്ക് ആശ്വാസമായിരുന്നു. വില കുറഞ്ഞ് 75,000 രൂപയിലേക്ക് പവൻ എത്തുമെന്നും പ്രവചനമുണ്ടായി. എന്നാൽ അത് സംഭവിച്ചില്ലെങ്കിലും 1 ലക്ഷം രൂപയിൽ താഴേക്ക് സ്വർണം വീണു. വൈകാതെ തിരിച്ചുകയറ്റം തുടങ്ങി. ഈ മാസം 1-ന് 1 പവൻ സ്വർണത്തിന്റെ വില 1,26,820 രൂപയായിരുന്നു. ഏറെയും കുറഞ്ഞും വൻ ഇടിവുകളിലേക്ക് വീണും കഴിഞ്ഞ ആഴ്ചയുടെ ആരംഭത്തിൽ പവൻ വില 99,480 രൂപയായി താഴ്ന്നു. അതായത് 27,000 രൂപയോളം ഒരു പവന് കുറഞ്ഞു. ഒരു മാസത്തിനിടെ ഇത്രയും വിലയിടിയുന്നത് സമീപകാല സുവർണത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. എന്നാൽ പിന്നീട് ചിത്രം മാറി. കഴിഞ്ഞ തിങ്കളാഴ്ച 1 പവൻ സുവർണത്തിന് 99,480 രൂപയായിരുന്നു സ്വർണവില. പിന്നീട് പതിയെ വില ഉയർന്നു. ഇതിൽ 2 തവണ വില ഉയർന്നത് രാത്രിയാണ് എന്നതും എടുത്തു പറയണം. 2 വർഷം മുൻപ് വരെ സ്വർണവില ദിവസത്തിൽ 1 തവണ മാത്രമായിരുന്നു മാറിയിരുന്നത്. സമീപകാലത്ത് ഇത് 4 തവണ വരെ എത്തി. ഇപ്പോൾ രാത്രിയിലും വിലമാറ്റം പ്രകടമാകുന്നുണ്ട്. കൂടുതൽ പേർ ഇടപെടുന്ന വിപണിയായി സ്വർണ്ണ മാർക്കറ്റ് മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്ന് 1 പവൻ സ്വർണത്തിന് 1,80,600 രൂപയാണ് പവൻ വില. യുദ്ധം തുടങ്ങിയതോടെയാണ് സ്വർണവില കുത്തനെ ഇടിയാൻ തുടങ്ങിയത്. പണപ്പെരുപ്പം വരുമെന്നും പലിശ നിരക്ക് കൂട്ടുമെന്നും കരുതി മിക്കവരും സ്വർണം വിറ്റ് ബോണ്ടുകളിലേക്കും മറ്റും തിരിഞ്ഞതാണ് വിലയിടിയാനുള്ള മറ്റൊരു കാരണം. മാത്രമല്ല പല രാജ്യങ്ങളും സ്വർണം ഒഴിവാക്കി ഡോളർ വാങ്ങാനും തുടങ്ങി. യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ എണ്ണ ശേഖരിച്ചു വെക്കുന്നതായി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ. ഇതിന് എല്ലാ രാജ്യങ്ങൾക്കും ഡോളർ ആവശ്യമായി വന്നു. ഡോളറിന്റെ മൂല്യം കൂടാനും ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും ഓഹരി വിപണിയിലും സ്വർണം താഴാനുമെല്ലാം ഇത് കാരണമായി. യുദ്ധം അവസാനിക്കാൻ പോകുന്നു, ചർച്ച നടക്കുന്നു, വൈകാതെ യുദ്ധം തീരുമെന്നെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടെ വിപണി മാറി ചിന്തിച്ചു. ഇതോടെയാണ് സ്വർണവില കയറി കുതിക്കാൻ തുടങ്ങിയത്. ഇന്നത്തെ വിലയിലേക്ക് എത്താൻ കാരണവും അതുതന്നെയാണ്. എന്നാൽ യുദ്ധം ഉടൻ തീരില്ല എന്നാണ് പുതിയ വിവരം. അമേരിക്കയുടെ കരസേന പശ്ചിമേഷ്യയിലെത്തിയിട്ടുണ്ട്. കരയുദ്ധം തുടങ്ങാൻ അമേരിക്ക ഒരുങ്ങുകയാണത്രേ. അമേരിക്ക കരയുദ്ധം ആരംഭിച്ചാൽ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകും. ഗൾഫ് രാജ്യങ്ങളെ ശരിക്കും പിടിച്ചുലയ്ക്കും. ഇതോടെ ആവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരും. സ്വർണം ഇനിയും വില കുറയാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. ക്രൂഡ് ഓയിൽ വിലയും കുതിച്ചുയർന്നേക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഇത് തിരിച്ചടിയാകും.